അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു വണ്ടി നമുക്ക് ഇന്നലെ വന്ന വണ്ടിയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ പട്ടാമ്പി പോയിട്ട് എടുത്തൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൽ കുറച്ചധികം അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് അത് കിടക്കുന്നത് ബ്ലാക്കിന് ഇപ്പോൾ ഒന്ന് വാഷൊക്കെ ചെയ്ത് എടുക്കാനുണ്ട്. ഫുള്ള് ചളി പിടിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഒരു വണ്ടിയിൽ നമുക്ക് കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ ഓൾറെഡി മ്യൂഗൻ്റെ കിറ്റ് ചെയ്തൊരു വണ്ടിയാണ് കേട്ടോ. എന്തായാലും ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ പരിപാടി സ്റ്റാർട്ടിങ്ങിൽ ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വണ്ടി ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ഓക്കെ, ഇവിടെ നല്ല അടിപൊളി വീലും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല സെറ്റ് കളറാണ്. അത്യാവശ്യം നീറ്റൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കൊന്നുകൂടി ഉഷാറാക്കണം. ഹെഡ് ലാമ്പ് ഉണ്ട്. അതേപോലെ തന്നെ മ്യൂഗണാറിൻ്റെ കിറ്റ് ഫ്രണ്ടിലുണ്ട്. നല്ല അടിപൊളി വീലുണ്ട്. മിറർ നോർമലാണ് കേട്ടോ. നമുക്ക് വെതർഷിപ്പൊക്കെ ഒന്ന് മാറാനുണ്ട്. അതേപോലെ റിയറിൽ നോക്കുമ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ടൈൽ ലാംപ്സ് ഉണ്ട്. നമ്മൾ ബ്ലൂ ടൈപ്പ് സ്മോക്ക്, പക്ഷേ അതൊക്കെ കുറച്ച് ഫെയ്ഡായിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പോയിലറും കൂടി ചെയ്യാനുണ്ട്. അതേപോലെ ബാക്ക് സ്കേർട്ടും നമ്പർ കൂടെയൊക്കെ വെറൈറ്റി ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ അടുത്ത പരിപാടി എന്താ, അവിടെ ഫോർച്യൂണർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ്ട് നമുക്ക് അടുത്തിറങ്ങാനുള്ള മുതൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്നുണ്ട്. ഇതുവേണ്ടി നമ്മൾ ഫുൾ പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഇലക്ട്രിക്കൽ ജസ്റ്റ് ആഡ് ചെയ്തു. വേറെ വർക്കൊന്നും ചെയ്തില്ല കേട്ടോ. അതിന് മൊത്തം പോളിഷ് ചെയ്യണം. ഇതാണ് ബാക്ക് ലുക്കിലാണ്. ഓക്കെ, അതേപോലെ ഇന്ന് വേറൊരു പരിപാടിയുണ്ട്. നമ്മുടെ ബീമുണ്ടല്ലോ, പിന്നെ ഇതിൻ്റെ ഹെഡ് ലാമ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ കേട്ടോ. ഫ്രണ്ട് രണ്ട് ഹെഡ് ലാമ്പും സെയിം തന്നെയാണ്, പക്ഷേ രണ്ടും മാറാനുണ്ട്. രണ്ടിനും മിഡിയോട് കംപ്ലൈൻ്റ് ആണ്. ഫ്രണ്ട് ഹെഡ് ലാമ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. ഇന്നത്തെ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കയറ്റണം. ഓക്കെ, സൈഡ് അയച്ചിട്ടുണ്ട്. ഒന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് മാറ്റിയില്ലേ, കണക്ഷനൊക്കെ ഓക്കെ അല്ലേ? അപ്പോൾ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് മാറാനുള്ളതാണ് ഈ സൈഡും കൂടിയാണ് കേട്ടോ. ഇതാണ് മാറാനുള്ളത്. ഇത് കണ്ടോ, ഒന്നും കൂടിയാണ് കുറച്ചുകൂടി വൃത്തിയുണ്ട് കണ്ടോ, റിങ്ങും കാര്യങ്ങളല്ലോ. ഓക്കെ, ഇതിനെന്താ കംപ്ലൈൻറ്റ്? ഇതിന് ഇൻഡിക്കേറ്റർ ഒരു റിങ് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ എന്തോ അല്ല. നമുക്ക് വർക്കിലുള്ള വണ്ടി കേട്ടോ. അതിന് കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, പക്ഷേ ഇപ്പോഴല്ല പിന്നെ. ഓക്കെ, അപ്പോൾ ഇന്നലെ ടിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫോർച്യൂണർ നാട്ടിൽ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കളറൊക്കെ മാറിയപ്പോൾ ഭയങ്കര ഒരു ശോകം പിടിച്ച കളറായിരുന്നു. ഏകദേശം വണ്ടി സെറ്റായി, കാണാൻ ഒരു പോലെ ഉണ്ട്. ഇതൊക്കെ അല്ലേ? അപ്പോൾ നമ്മളെ ഹെഡ് ലാമ്പിൻ്റെ ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഓൾറെഡി നമുക്ക് പഴയതൊന്നും ഒന്നുകൊണ്ട് ഫംഗ്ഷൻ ഇല്ലായിരുന്നു കേട്ടോ. അതേപോലെ ഇൻഡിക്കേറ്റർ ഇല്ലായിരുന്നു. ഓക്കെ, ലോ ബീം ഹൈ ബീം ഇൻഡിക്കേറ്റർ നമുക്ക് ലെഫ്റ്റ് അതൊരു സൈഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ഹെഡ് ലാമ്പ് രണ്ടും ഇതാ കണ്ടോ, രണ്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളിതിൽ ഹോൺ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതിന് ബമ്പർ ഒന്ന് ഫിക്സ് ചെയ്യണം. അതുകൊണ്ട് പുറകിൽ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലും വളരെയധികം ഒരു ഗ്ലാസ്സിൽ കണ്ടോ ഒരു ബ്ലാക്ക് ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നല്ല ഗമ്മാട്ടോ അത്. നമുക്കിതാ ബാർ ഫ്ലാഷർ ഫിക്സ് ചെയ്യാനാണ്. നമ്മളെ 24 ഇഞ്ചിൻ്റെ ഈ ഒരു ബാർ ലൈറ്റ് ഫിക്സ് ചെയ്യാവുന്നൊരു വണ്ടിയാണ്. ഓക്കെ, നമ്മുടെ ഫോർച്യൂണർ ഏകദേശം പോളിഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വണ്ടി മൊത്തം ഇങ്ങോട്ട് മാറിയിട്ടോ പോളിഷ് ചെയ്തപ്പോൾ തന്നെ കണ്ടോ. പിന്നെ അടുത്തത് വാഷിംഗാണ്. അപ്പോൾ വണ്ടി നാളെ ഡെലിവറി ഉണ്ടാവും കേട്ടോ. നാളെ ഡെലിവറി ഉണ്ടാവും.
പക്ഷെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സിവിക്കാൻ കാണിച്ചെന്നല്ലോ. പിന്നെ ഈ ഒരു i20 ബാർ ഫ്ലാഷർ സ്റ്റിയറിംഗ് കവർ നിങ്ങളെ വർക്കിനൊന്നും കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ i20 നമ്മൾ ഒരു ബാർ ഫ്ലാഷർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് മോഡുണ്ട് കേട്ടോ. വിത്ത് റിമോട്ടാണ് കണ്ടോ. നമുക്ക് ഒരുപാട് മോഡ്സ് കണ്ടോ, ഒരുപാട് മോഡ്സ് ഉണ്ട്. ഇത് 24 ഇഞ്ചാട്ടോ. ഇത് നമുക്ക് വൈറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് 3 കളർ നമുക്ക് അവൈലബിൾ ആണ്. ഇത് അത്യാവശ്യം ബ്രൈറ്റുള്ളൊരു മോഡലാണ്. അത്യാവശ്യം നല്ല കണ്ടോ, ഒരുപാട് മോഡ്സ് ഉണ്ട്. പക്ഷെ നല്ലൊരു മോഡലാണ്. ഓക്കെ, വിത്ത് വയർലെസ് റിമോട്ടോട് കൂടിയിട്ടാട്ടോ. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കവർ ഇതാ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് കവർ ഇതാ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു കാർബൺ ഡിസൈൻ വരുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ടൈപ്പ് 2 സ്വിഫ്റ്റിൻ്റെ ഒരു സ്പോയിലർ വണ്ടി വന്നിരുന്നു. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഗ്ലോസി ബ്ലാക്ക് എടുക്കാൻ വേണ്ടി ഞാനിതാ ബൂത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതാണ് നമ്മുടെ i20 വർക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലാഷറും അതേപോലെ തന്നെ സ്റ്റിയറിംഗും ആണ്. അപ്പോൾ സ്റ്റിയറിംഗ് ഞാൻ എടുക്കാൻ മറന്നുണ്ട് കേട്ടോ. വണ്ടി പോകുമ്പോഴാണ് എനിക്കതൊരു ഓർമ്മ വന്നത്. ഓക്കെ, അതാ വണ്ടി കോട്ടക്കലുള്ള വണ്ടി കേട്ടോ. അതിന് മുമ്പ് സ്റ്റെയർസ് നമ്മളെടുത്ത് വാങ്ങിയതായിരുന്നു. അപ്പോൾ അന്ന് സ്റ്റിച്ച് ചെയ്തില്ലായിരുന്നു. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, നാഫിയ അത് പറഞ്ഞു കൊടുത്താണ്. റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ച് ടാസ്ക്കാണ് നമുക്ക്. ഒരു യുവനോട് വിളിക്കപ്പെടുന്നുണ്ട് ബിലാൽ. ഇതൊക്കെ ഇന്നത്തെ പരിപാടികൾ. പുറത്താണ് സുഖമല്ലേ? പുറത്താണ് കാറ്റ്. അത് സേവ് ആക്കിയാ? അത് മറ്റേ കേട്ടോ പിടിക്ക് ഇന്ത്യക്ക്. ഓക്കെ, യെസ് തന്നെ. അതാ നമ്മുടെ കിയ വർക്കും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഫുള്ളി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. അത്യാവശ്യം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വണ്ടി എന്താ പാടി നീയാലേ ഇപ്പോൾ ഉഷാറായില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ഇനി ബാക്ക് ഷോർട്ട് ടിപ്പ് കൊടുക്കണം. അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ്സൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. ഫ്രണ്ട് ലുക്ക് ഉണ്ടോ, നമ്പർ പ്ലേറ്റൊക്കെ ഒന്ന് മാറ്റണം. വണ്ടി ആദ്യം റെഡ് ലൈൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ ഫുള്ളി എന്താ പറയുക ഫുൾ ബ്ലാക്കാക്കി. ഓക്കെ, അതേപോലെ തന്നെ വീലിൻ്റെ പെയിൻറ്റ് നമ്മൾ ആദ്യത്തെ കളർ തന്നെ. വീൽ പെയിൻറ്റ് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ചെയ്തില്ല. ഇതിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും നമ്മൾ ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ വണ്ടി പോളിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യും. അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടി കഴിയാനായി. ഇനിയിപ്പോൾ സമയം 6 മണി ഉണ്ടോ, 6 മണിയായി. ഫിദുവിൻ്റെ സെലറിയോ സെറ്റല്ലേ? ഇത് സെലറി എൻ്റെ BM എഴുതാണ്ട് ബിലാലിൻ്റെ വണ്ടി കൈകൊണ്ടിരിക്കണേ. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ഇന്ന് വാഷ് ചെയ്യണല്ലേ? എൻ്റെ വണ്ടി കണ്ട ബൈക്ക് അപ്പോൾ കൈകൊണ്ടിരിക്കാണ്ട. ഇത് ഈ വണ്ടീൻ്റെ പാനലൊന്ന് ഗ്ലോസി ബ്ലാക്ക് ആക്കേണ്ടിയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ അത് ഗ്ലോസി ബ്ലാക്ക് ആക്കിയത് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. എന്നാടാ എങ്ങനെ സിറ്റി സംസുൻ്റെ അതൊന്ന് പോകട്ടോ. അന്ന് കുറച്ച് ലേറ്റായി, 6 അപ്പോൾ BM പുറത്തിട്ടിട്ടുണ്ട്. മറ്റേ സിവിക്ക് ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്, ഫോർച്യൂൺ കയറ്റിയിട്ടുണ്ട്. അതുപോലെ കിയ പുള്ളിൽ കയറ്റി. നമുക്കൊരു ക്രിസ്റ്റ വരാനുണ്ട്. അപ്പോൾ ആ ക്രിസ്റ്റക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, പോലെടാ നിങ്ങൾ വിട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.